നമുക്കിവിടെ ക്ഷേത്രങ്ങളെ, ക്ഷേത്ര അനുഷ്ഠാനങ്ങളെ, ക്ഷേത്ര ആചാരങ്ങളെ ഒക്കെ വിധിച്ചിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടി ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇതേപോലെയുള്ള സത്സംഗങ്ങളെ, പ്രഭാഷണ കാര്യങ്ങളൊക്കെ നമുക്ക് വിധിച്ചിട്ടുള്ളത്. നമുക്കും തന്നെ ഭഗവാന്റെ അപാരമായിട്ടുള്ള കാരുണ്യത്താൽ നമ്മുടെ ക്ഷേത്രത്തിലെ കലശം, അതേപോലെ തന്നെ പ്രതിഷ്ഠാദിനാഘോഷം, മകരവിളക്ക് മഹോത്സവം എന്നിവയോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നമുക്ക് ഭഗവത് കാര്യങ്ങൾ ഏതാനും പറയാനും കേൾക്കാനുമൊക്കെ അവസരം വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ക്ഷേത്രങ്ങൾ. നമ്മുടെ നാട്ടിൽ നമ്മൾ എവിടെ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് 3 or 4 ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ 8 or 10 ക്ഷേത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പാപം നശിച്ച് പുണ്യം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ ഒരു തപസ്സാണ് ക്ഷേത്ര ദർശനം. ക്ഷേത്ര ദർശനം കൊണ്ട് തന്നെ എത്രയോ ആളുകൾ ഇവിടെ മുക്തന്മാരായിട്ടുണ്ട്. ക്ഷേത്ര ദർശനം കൊണ്ട് തന്നെ നിരവധി ആളുകൾ സിദ്ധന്മാരായിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പണ്ടുകാലം മുതൽക്ക് നടന്നിരുന്നത് ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ കലാപരമായ കാര്യങ്ങൾ, സാമൂഹ്യമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, ആധ്യാത്മികമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങളൊക്കെ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടിട്ടാണ് പണ്ടുകാലം മുതൽ നടന്നിരുന്നത്. അതാണ് സാമൂഹ്യ ജീവിതത്തിൻ്റെ